Good afternoon, all of you. അപ്പോൾ നമ്മുടെ ഈ ബാക്ടീരിയൽ ടാക്സോണമിയിലെ ലാസ്റ്റ് പോർഷനാണ് ബർജീസ് മാനുവൽ ഓഫ് സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിനെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുക, അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് ഫിനറ്റിക്, അതായത് ഫീനോടൈപ്പിക് ക്യാരക്ടേഴ്സ് വഴി എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കി. അതേപോലെ ഫൈലോജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് വഴി, പിന്നെ അതേപോലെ തന്നെ ന്യൂമറിക്കൽ ടാക്സോണമി എന്നൊരു കൺസെപ്റ്റ് ബേസ്ഡ് ഓൺ ദ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, അതും നമ്മൾ കണ്ടു. പിന്നെ ജനറ്റിക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ DNA ആൻഡ് RNA. ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇൻട്രാ സ്പീഷീസ് ക്ലാസിഫിക്കേഷൻ, അതായത് ഒരു സ്പീഷീസിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്, അതിനെയും ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇൻട്രാ സ്പീഷീസ്. അത്രയും ഡിസ്കസ് ചെയ്തു. ഇനി പഠിക്കാൻ പോകുന്നത് ബർജീസ് മാനുവൽ ഓഫ് സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി. അപ്പോൾ it was the bacterial systematics have undergone several changes and it is continuously in a state of flux as our knowledge of microorganisms is far from complete and new information is being added every day. അപ്പോൾ ഈ ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് തീരില്ല, ഓരോ ദിവസം ഓരോ ഇൻഫർമേഷനാണ്. അതായത് പുതിയ ഓർഗാനിസംസ് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ ആഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, അപ്പം അങ്ങനെ പോകുന്നു. സോ ഇൻ 1923 ഡേവിഡ് ഹെൻഡ്രിക്സ് ബർജി, he was the professor of bacteriology at the University of Pennsylvania, and the 4 colleagues published a classification of bacteria that could be used for the identification of bacterial species. അപ്പോൾ ഡേവിഡ് ഹെൻഡ്രിക് ബർജിയാണ് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ സ്കീം കൊണ്ടുവന്നത്. അപ്പൊ അത് വളരെ ഈസിയാണ്. അത് വെച്ച് നമുക്ക് പുതിയൊരു ബാക്ടീരിയനെ ഡിസ്കവർ ചെയ്താൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാം. സോ വി ആർ ക്ലാസിഫൈങ് ഈച്ച് ആൻഡ് എവറി ബാക്ടീരിയ നൗ ബേസ്ഡ് ഓൺ ദ ബർജീസ് മാനുവൽ. To aid the publication of his work, the Society of American Bacteriologists, now they are called American Society of Microbiologists, they appointed an editorial board headed by the Burji. അപ്പോൾ ഇത് സ്റ്റോറിയാണ്, എങ്ങനെയാണ് ഈ ബർജീസ് മാനുവല് വന്നത് എന്നുള്ള അതിന്റെ ഒരു സ്റ്റോറി. അപ്പൊ ആദ്യമായിട്ട് ഇത് കൊടുന്നത് ആരായിരുന്നു? ഈ സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് ഹെൻഡ്രിക്സ് ബർജി. അപ്പൊ അദ്ദേഹം കൊടുന്നത് എങ്ങനെയൊക്കെയാണത് ഈ ഒരു ലെവലിൽ ഇപ്പത്തെ അവസ്ഥയിൽ എത്തി എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറി പോലെ പറയുന്നത്. സോ the first edition of the publication of Burgess Manual of Determinative Bacteriology was published in 1923. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് എഡിഷൻ, അതുപോലെ തന്നെ ഈ മാനുവലിന്റെ സെക്കൻഡ് എഡിഷൻ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1925 ആൻഡ് തേർഡ് എഡിഷൻ ഇൻ 1930. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ 1923, അങ്ങനെ ഓരോ 2 വർഷം, അത് 5 വർഷം കൂടിയപ്പോൾ 3 എഡിഷൻ ആയിട്ട് ഇറങ്ങി. In 1934, the Society of American Bacteriologists transferred to Dr. Burji all its rights, title and interest in the manual in order to allow the Burji to create an independent non-profit trust, namely Burji's Manual Trust. Throughout the years, this trust continued to prepare and publish successive editions of the manual and promote research in the field of bacterial taxonomy. അപ്പോൾ 1934 എല്ലാ സയന്റിസ്റ്റും കൂടി ഇതിനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ട്രസ്റ്റ് കൊടുത്തു, ബർജീസ് മാനുവൽ ട്രസ്റ്റ്. അതിന്റെ കീഴിലാണ് ബാക്കിയുള്ള പുതിയ മാനുവൽസ് എല്ലാം പബ്ലിഷ് ചെയ്തതും റിസർച്ചിനും എല്ലാത്തിനും ഈ ഒരു ട്രസ്റ്റ് വഴിയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ 8 എഡിഷൻസ്, ആദ്യത്തെ the first 8 editions of this manual appeared under the title Burgess Manual of Determinative Bacteriology. അപ്പൊ ആദ്യത്തെ 8 എഡിഷൻ ഇറങ്ങിയതും ഈ ടൈറ്റിലാണ്. 9th edition was retitled and was published as the first edition under the title Burgess Manual of Systematic Bacteriology. Burgess Manual of Systematic Bacteriology 9th edition ആയപ്പോൾ ഇങ്ങനെയാണ് പബ്ലിഷ് ചെയ്തത്, ഇങ്ങനെ ടൈറ്റിൽ മാറ്റിയിട്ട്. And this Burgess Manual of Systematic Bacteriology consists of 4 volumes
which was published in 1984, 86, 89, 91 പബ്ലിഷ് ചെയ്ത 4 വോളിയം കൂടി ഒറ്റ എഡിഷൻ ആക്കി എന്ത് പേരിൽ അറിയപ്പെട്ടു? ബർജീസ് മാനുവൽ ഓഫ് സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. This infest was the first edition of the manual under the changed title. അപ്പോൾ ഈ ടൈറ്റിൽ മാറ്റിയതിന് ശേഷമുള്ള ഫസ്റ്റ് എഡിഷൻ ആണത്. അതുവരെ ഡിറ്റർമിനേറ്റീവ് ബാക്ടീരിയോളജി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോ ബർജീസ് മാനുവൽ ഓഫ് ഡിറ്റർമിനേറ്റീവ് ബാക്ടീരിയോളജി. അപ്പോൾ ഇത് ഏറ്റവും ആദ്യം യൂസ് ചെയ്തിരുന്ന നെയിമാന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഹാസ് ബീൻ എ വൈഡ്ലി യൂസ്ഡ് റെഫറൻസ് സിൻസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് എഡിഷൻ ഇൻ 1923. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ വന്നത് 1923 ഈ പേരിലാണ് വന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ എഡിഷൻസ് ഓഫ് ബർജീസ് മാനുവൽ ഓഫ് ഡിറ്റർമിനേറ്റീവ് ബാക്ടീരിയോളജി പബ്ലിഷ്ഡ് ഇൻ 1923 ആൻഡ് അപ് ടു 1994 ഓർഗനൈസ്ഡ് ബാക്ടീരിയ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ബാക്ടീരിയനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇൻ ദ ഗ്രൂപ്പ്സ് ബൈ ഫീനോടൈപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്. ആൻഡ് നോ അറ്റംപ്റ്റ് ടു സോർട്ട് ഔട്ട് ഹയർ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. They were very useful for identifying unknown bacterial cultures. However, in lab, the most recent edition of Burgess' Manual of Determinative Bacteriology was published in 1994 and it was reprinted in 2000 and it is used to identify the isolates. The first edition of Burgess' Manual of Systematic Bacteriology എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ മാറ്റിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ഡിറ്റർമിനേറ്റീവ് ബാക്ടീരിയോളജി എന്നുള്ളത് നമ്മൾ മാറ്റി എന്ന് പറഞ്ഞു. വിച്ച് കെയിം ഔട്ട് ഇൻ 4 volumes ഫ്രം 1984 through 1989 and this may attempted to organize bacterial species according to the phylogenetic relationship. അപ്പൊ എന്താ വ്യത്യാസം? ആദ്യം ഇറങ്ങിയ 1923 ഇറങ്ങിയ മാനുവൽ ഉണ്ടല്ലോ, അതിന് വെറും ഫീനോടൈപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഈ സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി 4 വോളിയം കൂടി ഒന്നാക്കിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജിയുടെ ഫസ്റ്റ് എഡിഷനിൽ ഫീനോടൈപ്പിക് ക്യാരക്ടേഴ്സിന് പുറമെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. And this approach continued with the second edition which was also published in 5 volumes. ഇതും സെക്കൻഡ് എഡിഷനും 5 വോളിയമിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഫ്രം 2001 through 2012. The organization of Burgess' Manual of Systematic Bacteriology makes it impractical for helping place unknown bacteria into major taxa. അപ്പൊ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അൺനോൺ ബാക്ടീരിയനെ എങ്ങനെയാണ് ഓരോ ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതിന് വളരെ വ്യക്തമായ പിക്ചർ ഉണ്ട്. ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് ഫാർ മോർ ഡീറ്റെയിൽ ഓൺ ദ ഫാമിലി, ജനറ ആൻഡ് സ്പീഷ്യസ് ആൻഡ് ഈസ് ഫാർ മോർ അപ് ടു ഡേറ്റ് ദെൻ ഡിറ്റർമിനേറ്റീവ് മാനുവൽ. അപ്പോൾ ഇപ്പോഴത്തെ സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി മാനുവൽ ആണ് ഒന്നും കൂടി ബെറ്റർ എന്നാണ് പറയുന്നത് ആദ്യം ഇറങ്ങിയ ഡിറ്റർമിനേറ്റീവ് മാനുവലിനെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ. And the manual does not classify bacteria according to the evolutionary relatedness. ഇത് പറയുന്നത് ആദ്യം ഇറങ്ങിയ മാനുവലിനെ പറ്റിയിട്ടാണ്, ഡിറ്റർമിനേറ്റീവ് മാനുവലിനെ പറ്റിയിട്ടാണ്. അതില് ഫൈലോജനറ്റിക് അഥവാ ഇവല്യൂഷണറി റിലേറ്റഡ്നെസ്സിനെ പറ്റിയിട്ടൊന്നും മെൻഷൻ ചെയ്യണില്ല എന്ന് പറഞ്ഞു. only phenotypic characters but provides identification schemes based on the phenotypic characters such as cell wall composition, morphology, differential staining, oxygen requirement, biochemical testing. ഇതിന്റെ എല്ലാം ബേസിലാണ് ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതില്? ഫസ്റ്റ് ഇറങ്ങിയ ഡിറ്റർമിനേറ്റീവ് ബാക്ടീരിയോളജിയിൽ. And in this volume the bacteria are assigned 19 parts based primarily on the following features like energy and carbon source, mode of locomotion, morphology and Gram-Stein reaction, gaseous requirement and endospore formation ability. And the edition was published by Wilkins and Baltimore Company of USA. ഇനി നമുക്ക് നോക്കാം ബർജീസ് മാനുവൽ ഓഫ് സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി. അതിനെപ്പറ്റി നോക്കാം. From 1984, the Burgess Manual was renamed as Burgess Manual of Systematic Bacteriology, which was published in separate volumes. And this manual includes 35 sections based on the characters
like shape, morphology, gram staining, presence of endospore, motility, oxygen relationship, mode of energy production. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജിയുടെ മാനുവലിൽ 4 ഡിവിഷൻ വരുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് 4 ഡിവിഷൻ ഓഫ് ദ കിങ്ഡം പ്രൊക്കാരിയോട്ടെ. ഇപ്പൊ ഫസ്റ്റ് ഡിവിഷൻ ഗ്രാസിലിക്യൂട്സ് എന്ന് പറയും. സെക്കൻഡ് അതിന് പറയുന്ന പേരാണ് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ ഉള്ള ഓർഗാനിസം. സെക്കൻഡ് ഫെർമിക്യൂട്സ്, ഗ്രാം പോസിറ്റീവ് സെൽ വാൾ ഉള്ള ഓർഗാനിസംസ് അതർ ദാൻ ആക്ടിനോമൈസിൻസ്. തേർഡ് വൺ ടെനറിക്യൂട്സ്, bacteria lacking cell wall other than actinomycetes. And fourth one mentoricutes, bacteria lacking peptidoglycan in their cell wall like archaebacteria. അപ്പോൾ ആഫ്റ്റർ 1984 അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി എന്നുള്ള പുതിയ പേരിൽ അറിയപ്പെട്ടിരുന്ന ഡിഫറെന്റ് വോളിയൂംസ് ആയിരുന്നു അല്ലേ ആദ്യം. പിന്നീട് എല്ലാം കൂടി ഒന്നാക്കിയതാണ് ഫസ്റ്റ് വോളിയായിട്ട് ഇറങ്ങിയത്. For after 1984, the year of publication of first volume of Burgess Manual of Systematic Bacteriology, much work has been done on sequencing of rRNA, DNA and proteins. അതുകൊണ്ടാണ് it has made the phylogenetic analysis of the prokaryote feasible. അപ്പോൾ ഈ ഒരു 1984 ശേഷമാണ് ഫൈലോജനറ്റിക് ബേസിലും ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എന്തൊക്കെയാണ് എടുത്തത്? സീക്വൻസിങ് ഓഫ് rRNA, സീക്വൻസിങ് DNA, പ്രോട്ടീൻസ്, ഇതെല്ലാം എടുത്തിട്ടാണ് ഫൈലോജനറ്റിക് അനാലിസിസും കൂടി മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആസ് എ കോൺസിക്വൻസ് ദ സെക്കൻഡ് എഡിഷൻ ഓഫ് ബർജീസ് മാനുവൽ ഇസ് ലാർജ്ലി ഫൈലോജനറ്റിക്. അപ്പോൾ ഫസ്റ്റ് എഡിഷനിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ എങ്കിലും ഏത് സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി. സെക്കൻഡ് എഡിഷൻ ആയപ്പോഴേക്കും ഈ ബർജീസ് മാനുവൽ ഓഫ് സിസ്റ്റമാറ്റിക് ബാക്ടീരിയോളജി ഇറ്റ് വാസ് ലാർജ്ലി ഫൈലോജനറ്റിക് റാദർ ദൻ ഫിനറ്റിക് ആൻഡ് ദസ് ക്വയറ്റ് ഡിഫറെന്റ് ഫ്രം ഫസ്റ്റ് എഡിഷൻ. ദ സെക്കൻഡ് എഡിഷൻ ഈസ് പബ്ലിഷ്ഡ് ഇൻ 5 വോളിയംസ്. ഫസ്റ്റ് എഡിഷൻ എങ്ങനെയായിരുന്നു? 4 വോളിയമിലായിരുന്നു. സെക്കൻഡ് എഡിഷനിൽ ഒന്നും കൂടെ ഈ rRNA അനാലിസിസ് അതുപോലെ തന്നെ DNA പ്രോട്ടീൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഫൈലോജനറ്റിക് അനാലിസിസ് ഒന്നും കൂടി ഉഷാറാക്കി സെക്കൻഡ് എഡിഷനിൽ. അപ്പോൾ ഈ സെക്കൻഡ് എഡിഷന് 5 വോളിയൂംസിലായിട്ട് പബ്ലിഷ് ചെയ്തു. ഇറ്റ് ഹാസ് മോർ ഇക്കോളജിക്കൽ ഇൻഫർമേഷൻ അബൌട്ട് ഇൻഡിവിജ്വൽ ടാക്സ. സോ ദ സെക്കൻഡ് എഡിഷൻ ഡസ് നോട്ട് ഗ്രൂപ്പ് all the clinically important prokaryotes together as the first edition. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. Instead, pathogenic species will be placed phylogenetically and thus scattered throughout the 5 volume. അപ്പോൾ സെക്കൻഡ് എഡിഷനിൽ എല്ലാ ക്ലിനിക്കലി ഇമ്പോർട്ടൻറ്റ് പ്രൊക്കാരിയോട്സിനെ മെൻഷൻ ചെയ്യുന്നില്ല. ഫസ്റ്റ് എഡിഷനിൽ അതെല്ലാം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന് പകരം പാത്തോജനിക് സ്പീഷീസ് ആർ പ്ലേസ്ഡ് ഫൈലോജനറ്റിക്കലി. ഫൈലോജനറ്റിക് അനാലിസിസ് ആണ് കൂടുതൽ സ്ട്രെസ് കേന്ദ്രീകരിച്ചത്. ആൻഡ് ദേ ആർ അപ്പോൾ ഈ എന്താ പറയുക ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊക്കാരിയോട്സിനെ മൊത്തം എല്ലാ 5 വോളിയംസിലും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇറ്റ് വാസ് സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ദ ഫോളോയിങ് 5 വോളിയം. അപ്പോൾ ഏതൊക്കെയാണ് 5 വോളിയം? ഫസ്റ്റ് വൺ ഈസ് ആർകെ ആൻഡ് ദ ഡീപ്ലി ബ്രാഞ്ചിങ് ആൻഡ് ഫോട്ടോട്രോഫിക് ബാക്ടീരിയ. പിന്നത്തത് പ്രോട്ടിയോ ബാക്ടീരിയ. തേർഡ് വൺ ലോ G+C gram positive bacteria. Fourth one high G+C guanine cytosine ആണ് കേട്ടോ G+C gram negative bacteria. Fifth one planktomycetes, spirochetes, fibrobacters, bacteroids and fusobacteria. So the classification presented in 9th editions of Burgess Manual of Determinative Bacteriology is especially designed to be used for the identification of bacteria and is different from the classification system presented in Burgess Manual of Systematic. അപ്പോൾ ഈ പറയുന്നത് Burgess Manual of Determinative Bacteriology എങ്ങനെയാ പറഞ്ഞെന്നുള്ളതും it is quite different from those mentioned in Manual of Systematic Bacteriology. In this edition, the bacteria have been characterized into 35 groups. അപ്പോൾ
ഈ ബർജീസ്